ഞാനൊരു രസം ഉണ്ടാക്കാൻ നോക്കിയതാണ്. അബദ്ധങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. അപ്പോൾ കുരുമുളകും ചെറിയ ജീരകവും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊടിക്കേണ്ട, ചതച്ചെടുക്കുന്നത് അത്ര അങ്ങനെ മതി. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ ജാറിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുക. ഞാൻ ചെറിയ ഉള്ളിക്കും പകരം അത് പൊളിച്ചെടുക്കുന്ന മടിക്ക് സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസ് എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ അരയ്ക്കേണ്ട, ഒന്ന് കറക്കി എടുത്താൽ മതി. ഉള്ളിയുടെ പീസുകളൊക്കെ വരയാതെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. എന്നിട്ട് പുളി പിഴിഞ്ഞ് വയ്ക്കണം, വളംപുളി. അത് കുറച്ച് അതെടുത്ത് പിഴിഞ്ഞ് വെള്ളം എടുത്തിട്ട് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എണ്ണ ഒഴിച്ച് തുടങ്ങിയ ശേഷമാണ് ഓർമ്മ വന്നത്. പിന്നെ അത് ഓണാക്കി കടുകിട്ടു. പിന്നെ മറന്നെന്ന് പറഞ്ഞാൽ വറ്റൽമുളക് അവിടെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ വറ്റൽമുളകിൻ്റെ ഓർമ്മയെ എനിക്ക് അതുകൂടെ സംസാരിച്ചുകൊണ്ട് നിന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു, അത് മറന്നുപോയി. എന്നിട്ട് ചതച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ കുരുമുളകും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഒന്നിട്ട് ഇളക്കിയെടുക്കുക. അതും കൂടി ഇട്ട് ഇളക്കിയെടുത്തിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്ന് എപ്പോഴും പിന്നീട് മറന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും ഇതൊക്കെ ഇടുന്ന കാര്യം മറന്നുപോയി. തക്കാളിയൊക്കെ ഇട്ട് പിന്നെ പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. പുളിവെള്ളം ഒഴിച്ചു. വെള്ളവും ഒഴിച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ വെളുതെന്താ കളറില്ലാത്തതെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഓർമ്മതായി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. അത് ആദ്യമേ ഇട്ടിരുന്നെങ്കിൽ ഇത് പിന്നീട് ഇട്ടാലും കുഴപ്പമില്ല, രസമാണ്, കുഴപ്പമില്ല. മഞ്ഞളിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റോളം ഇട്ട് തിളപ്പിച്ചു. ആവശ്യമുള്ള ഉപ്പ് ഇട്ട്, ഉപ്പ് കൂടിയാൽ പുളി കൂടിയാൽ ഉപ്പിടണം, ഉപ്പ് കൂടിയാൽ മുളക് ഇടണം. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന വറ്റൽ മുളക് ഇരിക്കുന്നത് വേണ്ടത്, അതിട്ടില്ല എന്നുള്ള കാര്യം താളിച്ചപ്പെടേണ്ടതായിരുന്നു. പുളി കൂടിയാൽ ഉപ്പിടണം, ഉപ്പ് കൂടിയാൽ പുളി ഇടണം എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതെല്ലാം ക്യാമറയെല്ലാം ഓഫാക്കിയതിന് ശേഷമാണ് ഓർമ്മ വരുന്നത് ഉലുവപ്പൊടി ഇട്ടില്ല, കായപ്പൊടി ഇട്ടില്ല. അവസാനം ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് ഞങ്ങൾ പിന്നീട് അത് ഇട്ടു. എല്ലാം അങ്ങനെ മറന്നു പോയിട്ടുള്ള ഒരു രസമായിരുന്നു ഇത്. അതും ഒരു രസമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.